ഈ കഴിഞ്ഞ ബക്രീദ് അതിനോടനുബന്ധിച്ച് ഇന്ത്യയിൽ ബീഫിൻ്റെ ഇഷ്യൂ വീണ്ടും അങ്ങ് ചൂട് പിടിച്ചു. അതിനോടനുബന്ധിച്ച് നിങ്ങൾ കാണും 2 കീ ആയിട്ടുള്ള പ്രസ്താവന, യൂസ്ലെസ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബംഗാളിൻ്റെ ഒരു വനിതയാണ് മന്ത്രി. അവർ പറയുകയാണെങ്കിൽ ഒരു പശു ജനിച്ചു കഴിഞ്ഞാൽ 14 വർഷം മാത്രമേ ഉള്ളൂ ഗോമാതാവ്, അതിനുശേഷം അതിനെ കണ്ടിക്കാം, അതിനെ അറക്കാം, ഗോമാതാവല്ല. ഇതൊക്കെ ഈ ആൾക്കാരെ, ഈ സംഘപരിവാറിലുള്ളവന്മാരെ ഇതേപോലെ മരമണ്ടന്മാരാക്കുന്നു. തമിഴ്നാട്ടിലെ ഹൈക്കോർട്ടിലെ മധുര ബെഞ്ച് ജസ്റ്റിസ് സ്വാമിനാഥൻ, മറ്റേ അമ്പലത്തിൻ്റെ പ്രശ്നമുണ്ടാക്കിയ ബോധമില്ലാത്തൊരു ജഡ്ജ്, പഴയ മണിപ്പൂരിലെ ഒരു ജഡ്ജ്, ഇതേപോലെ വിഡ്ഢിത്തരം കാണിച്ചാണ് ഇന്നും അവിടെ റൈറ്റ് നടക്കുന്നത്. അതേപോലെ ബോധമില്ലാത്തൊരു ജഡ്ജ് കൂടെ ലക്ഷ്മി നാരായൺ, അവർ 2 പേരും കൂടെ ഒരു ഇത് കൊണ്ടുവരുന്നു. അതായത് തമിഴ്നാട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഗോവധം നിരോധിച്ചിരിക്കുന്നു. ഗോവധം നിരോധിച്ച ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് തെലങ്കാന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റും തമിഴ്നാടാണ്. തമിഴ്നാട്ടിലുള്ള ലോക്കൽസും ഈ പറയുന്ന ബീഫ് കഴിക്കുന്നവരാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കുക, ഇത് ബഫല്ലോ അല്ലേ? ഇതാണ് ഞാൻ ഡേറ്റ ഉൾപ്പെടെ വെച്ചങ്ങോട്ട് പറയാം. തമിഴ്നാട്ടിൽ ഈ പോത്തിൻ്റെ എണ്ണം വളരെ കുറവ്. അതിൻ്റെ കാര്യം എന്ത്? അതിൻ്റെ ഭൂപ്രകൃതി, ജിയോഗ്രഫിക്കൽ ഇഷ്യൂ ആണ്. കാരണം പോത്തിനും, അതായത് ഈ പറയുന്ന എരുമയ്ക്കും കൂടുതൽ എന്ത് വേണം? വെള്ളം വേണം, വാട്ടർ ബാങ്ക്സ് വേണം. അപ്പം അത് തമിഴ്നാട്ടിൽ ഡ്രൈ സ്റ്റേറ്റ് വളരെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഈ പറയുന്ന പശുവും കാളയും. ഇതാണ് സിമ്പിൾ ഇഷ്യൂ. അപ്പം അവിടെ ഈ പറയുന്ന ഫാക്ടറിയിൽ, സ്ലോട്ടർ ഹൗസിൽ എന്താ ഇത് പോകുന്നത്? പോത്താണോ പോകുന്നത്? ഈ പശുവും കാളയും ഒക്കെ തന്നെ പോകുന്നത്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അതിനെ ബാൻ ചെയ്തിട്ടുണ്ട്, അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇത് വിദേശത്തോട്ട് പോകുന്നുമുണ്ട്. ഇതാണ് ആൾക്കാരെ ഊളയാക്കുന്നത്. കൽക്കട്ട എടുക്കാം, അതായത് ബംഗാൾ, എനിക്ക് നേരിട്ടറിയാവുന്ന സ്റ്റേറ്റ്. അവിടെ എല്ലായിടത്തും ബീഫ് കിട്ടും, കാള കിട്ടും, പോത്ത് കിട്ടും, പശു കിട്ടും, എല്ലാ പുല്ലും അവിടെ കിട്ടും, എല്ലാം കിട്ടും. അവിടെയുള്ള ബംഗാളികൾ വരെ ഇത് കഴിക്കും. ഇതൊക്കെ ചുമ്മാതെ പറഞ്ഞുണ്ടാക്കുന്ന കഥകളായത്. കാരണം അവിടെയുള്ള ബംഗാളികൾ ഫിഷ്, ഈ പറയുന്ന മീറ്റ്, ഇത് ശരിക്കും കൺസംഷനുള്ള സ്റ്റേറ്റാണ്. അവരിതൊക്കെ കഴിക്കും. അപ്പം ഈ പറയുന്ന ഹിന്ദു, ഈ പറയുന്ന ചില സ്വാമിമാരെയും അവരെയൊക്കെ അടക്കി നിർത്താൻ വേണ്ടി, പിന്നെ ഹിന്ദുറ്റ പൊളിറ്റിക്സ്, പശു പൊളിറ്റിക്സ്, അതിനുവേണ്ടി അടിച്ചുവിടുന്ന ഒരു സംഭവമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം 32,000 കോടി രൂപയുടെ ഒരു വർഷം ഈ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളിപ്പോൾ എല്ലാവരും പറയുന്ന ബഫല്ലോ, ഈ 32,000 കോടിയുടെ ബഫല്ലോ എവിടെ ഇന്ത്യയിലുള്ളത്? ഇന്ത്യ എന്ന് പറയുന്ന ട്രോപ്പിക്കലി ഡ്രൈ രാജ്യമാണ് പലയിടത്തും. അവിടെ അങ്ങനെ ഇത്ര ബഫല്ലോ ഉണ്ട്. ഹരിയാനയിലുണ്ട് കുറച്ച് ഭാഗത്ത്, ചില ഭാഗത്ത് യു പിയിലും രാജസ്ഥാനിൻ്റെ ആ ഭാഗത്തുണ്ട്. അല്ലാതെ ഇവിടെ ഒന്നും ഈ പറയുന്ന പോലെ പോത്തൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ അടിച്ചുവിടുന്ന കഥയാ. ഇതെല്ലാം പോകുന്ന ഇന്ത്യൻ അഗ്രികൾച്ചർ എക്കോണമിയിലെ ഏറ്റവും സുപ്രധാനമാണ് ഈ ബീഫ് പ്ലാന്റും ഈ എക്സ്പോർട്ടും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി, അതായത് അടുത്തിടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, അതായത് ഗോവധ നിരോധനം എന്ന സംഭവം ഉണ്ടാക്കില്ല, കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഇന്ത്യൻ അഗ്രികൾച്ചർ എക്കോണമിയെ ബാധിക്കും. ഏകദേശം 15 ലക്ഷത്തോളം ഇതേപോലെയുള്ള പ്ലാന്റുകളിൽ ജോലി ചെയ്യുന്നവരുടെ ജോലി ഇല്ലാതാകും. ഈ 32,000 കോടി എന്ന് പറയുന്നത് ഫോറിൻ കറൻസിയാ, ഫോറിൻ എക്സ്ചേഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് വിഡ്ഢികളാക്കുന്നത്. ഇനി എനിക്കറിയാം, എനിക്ക് തോന്നുന്നു യൂസഫ് അലിക്ക് ഒരു ഫാക്ടറി ഉണ്ട് യു പിയിൽ. അധികം മുസ്ലിങ്ങൾക്കൊന്നുമില്ല ഫാക്ടറി. ഏറ്റവും കൂടുതൽ ബീഫ് അത് പ്ലാന്റ്, അതായത് ഈ പ്ലാന്റ്, സ്ലോട്ടർ ഹൗസുകളും പ്ലാന്റുകളും ഉള്ളത് ഇന്ത്യയിലെ സനാതനി ഹിന്ദുക്കൾക്കാണ്. അതിൽ 1-2 പേരിൻ്റെ സുഹൃത്തുക്കളും ഉണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട്. ഇത് വലിയ സത്യമാണ്. ഇത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പറയുന്നതേ ഉള്ളൂ. ഈ പറയുന്ന ഒരു സമയത്ത് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഒക്കെ രൂക്ഷമായ സമയത്ത്
ഈ പശുക്കളെ അറക്കാൻ പറ്റത്തില്ല, അതിനെ വിൽക്കാൻ പറ്റത്തില്ല, കറവയൊക്കെ വറ്റിയതിനെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഈ കർഷകനെന്ന് പറഞ്ഞ ആൾക്ക് അതിനെ ഫീഡ് ചെയ്യാൻ ഇവിടുന്ന് അയാളുടെ പണം, അതിനെ യൂസ് അല്ല എങ്കിൽ, അതിന് ആവശ്യമില്ല എങ്കിൽ, കറവയൊക്കെ വെറ്റിക്കഴിഞ്ഞാൽ അവർ നേരെ തന്നെ ഇതിനെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അവരിതിനെ കൊണ്ടുപോയി അങ്ങ് സ്ലോട്ടർ ഹൗസിലോട്ട് കൊടുക്കുവാണ്. അതിനകത്ത് ഏറ്റവും കൂടുതലുണ്ടായിരുന്ന നേരത്തെ മുസ്ലിം ട്രേഡേഴ്സ് ആയിരുന്നു ഈ കർഷകൻ്റെ നീ വാങ്ങുന്നത്. കാരണം വലിയൊരു കച്ചവടം നിങ്ങൾ മനസ്സിലാക്കണം. 32,000 കോടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബിസിനസ് വോളിയം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിനെതിരെ കുറച്ച് ആൾക്കാർ മുമ്പോട്ട് വന്നു. പിന്നീട് ഹിന്ദു സനാതനി ഗുണ്ടകളൊക്കെ വന്നിട്ട് ആ ട്രേഡ് കർഷകൻ്റെ നിന്ന് വാങ്ങുന്നതും അതേപോലെ ട്രക്കിനകത്ത് കൊണ്ടുപോകുന്നു, അതിനകത്ത് സംഭവങ്ങളൊക്കെ എഴുതി, എല്ലാം ഹിന്ദു സാധനം എഴുതി അതിനെ കൊണ്ട് സ്ലോട്ടർ ഹൗസിൽ കൊണ്ടുപോകുന്നു, അതിനെ കണ്ടിക്കാൻ കൊടുക്കുന്നു. അതവിടുന്ന് അതിൻ്റെ മാംസങ്ങൾ പല സംഭവങ്ങളായിട്ട് മാറുന്നു. അതിൻ്റെ എല്ല്, അതായത് ഈ പശുവിൻ്റെയും കാളയുടെയും മൂത്തിൻ്റെയൊക്കെ എല്ല്, അത് ഫർട്ടിലൈസറായിട്ട് മാറി. ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടൊരു വ്യക്തിയെ, ഒന്നല്ല പല ആവർത്തി. ഈ പറഞ്ഞ UP-യിലും മഹാരാഷ്ട്രയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അടുത്ത ചോദ്യം, ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഈ ഗോവധം, ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അങ്ങ് ആക്ഷൻ എടുക്കാം. അവർക്കിത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബാൻ ചെയ്താൽ മതി. എടുത്തു കഴിഞ്ഞാൽ ഈ കർഷകൻ നാളെ പട്ടിണിയായി. കാരണം അവൻ ഇയർലി കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ കർഷകന് ഈ പശുവിനെയൊക്കെ, ഇത് കറവ് പറ്റിയ പശുവിനെയും കാളയൊക്കെ വിൽക്കുമ്പോൾ അവൻ്റെ ഒരു പണം കിട്ടും. ആ പണം കൊണ്ടാണ് അവൻ വീട്ടിലെ കല്യാണങ്ങളും അടിയന്തര ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നത്. ഇന്ത്യയുടെ റൂറൽ അഗ്രി എക്കോണമിയിൽ ഈ പറയുന്ന പശുവിനെ വിൽക്കുന്ന കച്ചവടം, ബീഫ് എന്നും പറയുന്നത്, അതായത് ബാക്ക് ബോൺ എന്നല്ല പറയേണ്ടത്, ബോണാണ് ഈ സാധനം. അതെങ്ങനെ നിർത്താൻ പറ്റും? ഇതൊക്കെ ചുമ്മാ അടിച്ചു വിടുന്ന ഓരോ കഥകൾ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ആൾക്കാർ പറയുന്നുണ്ട് ബഫല്ലോ. ഞാൻ എൻ്റെ യഥാർത്ഥ കാര്യം പറയാം, എക്സാക്റ്റ് ഡീറ്റെയിൽ പറയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത്ര മാത്രമേ ബഫല്ലോ ഉള്ളൂ. 32,000-31,000 കോടിയുടെ എക്സ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് വിയറ്റ്നാമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. വിയറ്റ്നാമിലോട്ടാണ് ഇതാദ്യം പോകുന്നത്. അവിടുന്നാണ് മറ്റു പല രാജ്യങ്ങളിലോട്ടും പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ്, ദുബായ്, ഇവിടുന്ന് ഡയറക്റ്റ് പോകുന്നുണ്ട്. അപ്പം എന്താണ് ഈ വിയറ്റ്നാമിൽ ചെയ്യുന്നത്? ഇത് സംഘപരിവാറുകാരും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ് ഇവർ വിയറ്റ്നാമിൽ ചെയ്യുന്നത്? അതായത് വിയറ്റ്നാമിൽ ചെല്ലുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈ ബീഫും ബഫല്ലോ, അതായത് പശു, ഈ സംഭവങ്ങളൊക്കെ അതിന് പ്രത്യേക കളർ പാക്കറ്റിലാണ് ഇത് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ബീഫെന്നോ ബഫല്ലോ എന്നൊന്നും എഴുതത്തില്ല, പ്ലെയിൻ ആയിട്ട്. പക്ഷേ ഒരു പ്രത്യേക നിറം, അത് ബഫല്ലോ ആണെങ്കിൽ വേറെ നിറം, ബീഫ് ആണെങ്കിൽ വേറെ നിറം, ഇതാണെങ്കിൽ ഇന്ന നിറം, അതിൻ്റെ ഏജ് ഉൾപ്പെടെ മാറ്റർ ചെയ്യും. അപ്പം അങ്ങനെയാണ് ഇത് അയക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്, അതായത് വിയറ്റ്നാമിൽ ഇത് റീപാക്ക് ചെയ്യും. റീപാക്ക് ചെയ്ത് കഴിഞ്ഞ് കറക്റ്റായിട്ട് ഇത് പശുവാണ്, ഇത് കാളയാണ്, ഇത് പോത്താണ്, അതിൻ്റെ അകത്ത് പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനം പോകും. ഇതാണ് ഈ കച്ചവടം നടക്കുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് അയക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവിടെ പോകുന്നു. ഇനി വിയറ്റ്നാമിൽ ചെയ്യുന്ന പരിപാടി, ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ശരിക്കും ക്വാളിറ്റി ചെക്ക് ചെയ്യും. ഈ സാധനം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് വിയറ്റ്നാമിൽ പോയിട്ട്, വിയറ്റ്നാമിൽ ക്വാളിറ്റി മാത്രമല്ല അതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും ചെക്ക് ചെയ്യും. അതിനുശേഷം ഇവർ ഈ പല രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കുമ്പോൾ ഇന്ത്യൻ കന്നുകാലികൾക്ക്, അതായത് ബീഫിനും ഇതിനൊക്കെ ഒരു ഡിമാൻഡുണ്ട്. ഒന്നാമത് ലോകത്തിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ബീഫ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബീഫാണ്. പിന്നെ ഇന്ത്യൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇത് ഗ്രാസാണ് കൂടുതൽ കഴിക്കുന്നത്. അതായത് പോച്ചയും ആ സംഭവങ്ങളാണ് കഴിക്കുന്നത്. മറ്റുള്ള വിദേശ രാജ്യം, അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗ്രാസ് കഴിക്കുന്നതിൻ്റെ എണ്ണം കുറവാണ്. അധികം സിന്തറ്റിക് ഫുഡാണ്. അപ്പം ഇന്ത്യൻ കന്നുകാലി, അതായത് ഇന്ത്യൻ ബീഫിൻ്റെ ഫൈബർ സ്ട്രോങ് ആണ്. അതുകൊണ്ട് അതിന് ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ ഈ സ്റ്റേക്ക് എന്നായി പറയുന്നത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോകുമ്പോൾ, എനിക്കറിയത്തില്ല ഇന്ത്യ എന്നുള്ള ബീഫ് അമേരിക്കയിൽ എടുക്കുന്ന കാര്യം എനിക്കറിയത്തില്ല.
പക്ഷെ ഇന്ത്യൻ ബീഫ് ബ്രസീലിൽ പോകുന്നുണ്ട്. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, ബഫലോയ്ക്ക് ഡിമാൻഡ് ഇല്ല ഗ്ലോബലി, ബീഫിനാണ് ഡിമാൻഡ്. അതായത് ഈ പശുവും കാളയ്ക്കാണ് ഗ്ലോബൽ ഡിമാൻഡ്. ഈ ബഫലോയ്ക്ക് ഡിമാൻഡുള്ള ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെയൊക്കെ ഇവിടുന്ന് നേരിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നൊരു പാർട്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹിന്ദുത്വ ഇന്ത്യയുടെ പശു പൊളിറ്റിക്സ്, ആ സ്വാമിമാരെ അവരെയൊക്കെ വെറും പൊട്ടന്മാരാക്കുകയാണ് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ്റും, പ്രത്യേകിച്ച് BJP ഗവൺമെൻറ്റും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ലോട്ടർ ഹൗസുകളുള്ളത് BJP ഭരിക്കുന്ന സ്റ്റേറ്റിലാണ്. UP-യിലാണെങ്കിലും മഹാരാഷ്ട്രയാണെങ്കിലും മറ്റേത് സ്റ്റേറ്റ്, ഇപ്പോൾ തമിഴ്നാട് മാത്രം ആ സ്റ്റേറ്റിലല്ല, കേരളത്തിലും ഇതേപോലെ ബീഫിൻ്റെ എക്സ്പോർട്ട് ഉണ്ട്. മനസ്സിലാക്കുക, ഇതൊക്കെ ആൾക്കാരെ കബളിപ്പിക്കുകയും ഒരു വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റി അവരുടെ ട്രേഡ് അതിനെ നിർത്തലാക്കുക, പിന്നെ ഹിന്ദു മുസ്ലിം പ്രശ്നം കൊണ്ടുവരിക, ഇതിനകത്തൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു പൊളിറ്റിക്കൽ നാടകം മാത്രമാണിത്. കാരണം ഇന്ത്യക്ക് ഒരു കാരണവശാലും ഈ ബീഫ് എക്സ്പോർട്ട് നിർത്താൻ പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. ഈ പറയുന്ന പശുവിൻ്റെ ഗോശാല ഗീശാല എന്നൊക്കെ പറയുന്നത് അബദ്ധങ്ങൾ മാത്രമാണ്. കാരണം ഗോശാല കംപ്ലീറ്റ് ഫെയിലിയർ ആയിപ്പോയി. അവിടെ കിടന്ന് ചാവുന്നു, അവിടെ കിടന്ന് കുറച്ച് സംഭവമൊക്കെ ഉണ്ടായി. അവസാനം UP ഗവൺമെൻറ് തന്നെയാണിത്, ഇത് എവിടെയെങ്കിലും പോകട്ടെ, ഈ കർഷകന് പ്രശ്നമുണ്ടാകും. കാരണം ഈ പറയുന്ന കന്നുകാലികളെ കർഷകന് ആവശ്യമില്ല എങ്കിൽ അതിനെ അഴിച്ചു, കാരണം അവർ പിന്നെ നോക്കത്തില്ല, അതിനെ അഴിച്ചങ്ങ് വിടും. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യുന്ന പരിപാടി അവിടെയുള്ള കൃഷിയെല്ലാം കയറി നശിപ്പിക്കും. അതായത് കർഷകന് രണ്ട് രീതി, അവനൊന്നാമത് പണവും കിട്ടുന്നില്ല, അവൻ്റെ കൃഷിയും നശിപ്പിക്കുന്നു. ഇതൊരു ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോഴാണ് മോഡി ഗവൺമെൻറ് വളരെ സൈലൻ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് നേരത്തെ 10,000 കോടിയായിരുന്ന ബീഫ് എക്സ്പോർട്ട് 32,000 കോടിയാക്കി മാറ്റി. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. ഇത് ചുമ്മാ അത് ഡ്രാമ മാത്രമാണ്. സനാതനികൾ തന്നെയാണ് ബീഫ് എക്സ്പോർട്ട് ഏറ്റവും കൂടുതൽ നടത്തുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ, അതായത് എക്സ്പോർട്ട് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ BJPക്ക് 32-33 കോടിയാണ് എലക്ഷൻ ബോണ്ടിൽ ഈ പറയുന്ന ബീഫ് എക്സ്പോർട്ടേഴ്സ് BJPക്ക് കൊടുത്തത്. ഡേറ്റ എടുത്തു നോക്കി, ഇതൊക്കെ അവൈലബിൾ ഡേറ്റയാണ് ഞാൻ ഈ പറയുന്നത്, എടുത്തു നോക്ക്. ഏറ്റവും കൂടുതൽ കൊടുത്തത് അവർ തന്നെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. കള്ളവും കപടതകളും പറഞ്ഞ ആൾക്കാരെ ഷാഡോ ബോക്സിൽ നിർത്തുന്ന പരിപാടിയാണിത്. ഇതിനകത്ത് 1% പോലും സത്യമില്ല. 100% കള്ളത്തരവും കപടതയും ഇതേപോലെ മദ്രാസ് ഹൈക്കോടതിൻ്റെ ജഡ്ജ്മെന്റ് പറഞ്ഞ അബദ്ധം മാത്രമാണ്. കാരണം ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ഗോവധം നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്റ്റേറ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും വലിയ വിരോധാഭാസം.